നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആറ്റുകാലമ്മയുടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന പുണ്യദിനമാണ് കുംഭമാസത്തിലെ പൂരം നക്ഷത്രം. അന്നാണ് ഭുവനപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ഈ ദിവസമാണ് അമ്മയ്ക്ക് ലക്ഷക്കണക്കിന് ഭക്തർ നേരിട്ട് നിവേദ്യം സമർപ്പിക്കുന്നത്. 2024 ഫെബ്രുവരി 25 ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല. നമ്മുടെ സ്വന്തം മനസ്സും ശരീരവും ധനവും ഭക്തർ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതിന് തുല്യമാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. തന മന ധന സമർപ്പണം എന്നാണ് ആചാര്യന്മാർ ആറ്റുകാൽ പൊങ്കാലയെ വിശേഷിപ്പിക്കുന്നത്. വ്രതം നോറ്റ് ദർശനം നടത്തുന്നതിന് ശരീരമെന്നും അമ്മയോടുള്ള പ്രാർത്ഥന മനസ്സും നിവേദ്യ വസ്തുക്കൾ കൊണ്ട് ധനവും സമർപ്പിക്കുന്നതിനാണ് തന മന ധന സമർപ്പണം എന്നു പറയുന്നത്. ഇത് മൂന്നും ഒത്തുചേരുമ്പോൾ പൂർണ്ണമായ സമർപ്പണം തന്നെയാകും. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? പൊങ്കാല വ്രതം എന്നാണ് ആരംഭിക്കേണ്ടത്? വ്രതനിഷ്ഠകൾ എന്തെല്ലാമാണ്? വ്രതമെടുത്ത് പൊങ്കാലയിട്ടാൽ നമുക്ക് ഇരട്ടി ഫലമാണോ ലഭിക്കുന്നത്? എങ്ങനെയാണ് പൊങ്കാല ഇടേണ്ടത്? എന്തുകൊണ്ടാണ് മൺകലത്തിൽ പൊങ്കാല ഇടണമെന്ന് പറയുന്നത്? ഇനി പൊങ്കാല ഇടുമ്പോൾ പുതുവസ്ത്രം, പുതിയ കലം തുടങ്ങിയവ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കണമെന്ന് പറയുന്നതും എന്തുകൊണ്ടാണ്? പൊങ്കാലയ്ക്കൊപ്പം ചെയ്യാവുന്ന മറ്റു നിവേദ്യങ്ങൾ എന്തെല്ലാമാണ്? പൊങ്കാലയിടുമ്പോൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രങ്ങൾ എന്തെല്ലാമാണ്? തുടങ്ങിയ പൊങ്കാല ഇടുന്നവർ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ. ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കുന്നത്. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ്. ഫെബ്രുവരി 17 കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം കാപ്പുകെട്ട് ചടങ്ങോട് കൂടിയാണ് ആറ്റുകാൽ ഉത്സവത്തിന് ആരംഭം കുറിക്കുന്നത്. 9-ാം ദിവസം പൂരം നക്ഷത്രത്തിലാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ലാതെ ജാതിഭേദമെന്നേ ആർക്കും അമ്മയ്ക്ക് മുൻപാകെ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. പൊങ്കാല ഇടുന്നവർ കാപ്പുകെട്ട് മുതൽ വ്രതം ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിന് സാധിക്കാത്തവർ 7 ദിവസമായും വ്രതം എടുക്കാവുന്നതാണ്. എന്നാൽ അതിനും സാധിക്കാത്തവർ 3 ദിവസം മുൻപെങ്കിലും നിർബന്ധമായും വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ഇനി വ്രതം എടുക്കുമ്പോൾ രാവിലെ ഗോതമ്പ് അല്ലെങ്കിൽ റവ കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ച് മറ്റുള്ള സമയങ്ങളിൽ, അതായത് വൈകിട്ട്, പഴവർഗ്ഗങ്ങളും കഴിക്കാവുന്നതാണ്. ഇനി വ്രതമെടുക്കുമ്പോൾ മത്സ്യമാംസാദി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി ബ്രഹ്മചര്യം നിർബന്ധമായും പാലിക്കേണ്ടതാണ്. ഇനി വ്രതസമയങ്ങളിൽ അടുത്ത് ദേവീക്ഷേത്രമുണ്ടെങ്കിൽ ദിവസവും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. ഇതിനെല്ലാം ഉപരി സദാസമയവും നമ്മുടെ ഉള്ളിൽ ദേവീ നാമങ്ങൾ, ദേവീ സ്മരണകൾ മാത്രമാണ് ഉണ്ടാകേണ്ടത്. മനസ്സിൽ മറ്റൊരു ചിന്തയും ഉണ്ടാകുവാൻ പാടില്ല. കോപം, അസൂയ, വിദ്വേഷം, ആവശ്യമില്ലാത്ത കലഹങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, ഇങ്ങനെ ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. വ്രതം അനുഷ്ഠിക്കുന്നവർ 2 നേരം കുളിയും ക്ഷേത്ര ദർശനവും നടത്തണം. പിറ്റേന്ന് പൊങ്കാല തിളച്ച ശേഷം ആഹാരം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പൊങ്കാലയ്ക്കായി ഒരുങ്ങുമ്പോഴും പൊങ്കാല ഇടുമ്പോഴും ദേവിയെ മാത്രമാണ് മനസ്സിൽ സങ്കല്പിക്കേണ്ടത്. നമ്മുടെ ആത്മാവിൻ്റെ പ്രതിരൂപമാണ് പൊങ്കാല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് നടത്തേണ്ട ഒരു പുണ്യകർമ്മമാണിത്. ഇനി പൊങ്കാല ഇടുമ്പോൾ നേർച്ച നേർന്ന് സ്വയം പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പൊങ്കാല ഇടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അത് നേദിക്കേണ്ടതുമാണ്. ഇനി പൊങ്കാല ഇടുമ്പോൾ കോടി വസ്ത്രം ധരിക്കണം എന്ന നിർബന്ധമില്ല. എങ്കിലും പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് പൊങ്കാല ഇടുവാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പൊങ്കാല ഇടാവുന്നതാണ്. സൂര്യഭഗവാന്റെ കത്തിക്കൊള്ളുന്ന ചൂടേറ്റ് തിളച്ചു കിടക്കുന്ന നിലത്ത്
അടുപ്പ് കൂട്ടി അതിൽ മൺകലം വെച്ച് തീ കൊളുത്താവുന്നതാണ്. പൊങ്കാലയ്ക്കായി തീ പകരുന്നതിന് മുൻപ് തന്നെ അടുപ്പിന് മുൻപിൽ നിലവിളക്കും നിറനാഴിയും വെക്കേണ്ടതാണ്. ദേവീ സാന്നിധ്യ സങ്കല്പമുള്ളതുകൊണ്ടാണ് അടുപ്പിന് മുൻപിൽ നിലവിളക്കും നിറനാഴിയും പറയും വെക്കുന്നത്. പൊങ്കാലയിടുന്നതിന് മുൻപ് തന്നെ അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധിയാക്കേണ്ടതാണ്. നിലവിളക്കും നിറനാഴിയും വെച്ച് തീർത്ഥം തളിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരിസരത്ത് ദേവീ ചൈതന്യം അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യം നിറയുന്നതാണ്. ഇനി പൊങ്കാല ഇടുവാൻ എല്ലാ വിറകും ഉപയോഗിക്കുവാൻ പാടില്ല. കൽപ്പവൃക്ഷം, ക്ഷീരവൃക്ഷം എന്നിവ കൊണ്ട് പൊങ്കാല അടുപ്പ് കത്തിക്കാവുന്നതാണ്. തെങ്ങ് കൽപ്പവൃക്ഷമായതിനാൽ അതിൻ്റെ ഏതു ഭാഗവും ഹോമങ്ങൾ പോലെയുള്ള ഈശ്വരീയ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൊതുവായി തെങ്ങിൻ്റെ കൊതുമ്പ്, ചൂട്ട് എന്നിവയാണ് പൊങ്കാലയ്ക്കായി ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ പ്ലാവിൻ്റെ വിറകും പൊങ്കാലയ്ക്കായി ഉപയോഗിക്കാവുന്നതാണ്. ആറ്റുകാലമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചാൽ തീർച്ചയായും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുകയും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി ആറ്റുകാലമ്മയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. ഇതുമാത്രമല്ല, ഏതാഗ്രഹം സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണോ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്, തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം ദേവി നടത്തി തരുന്നതുമാണ്. പൊങ്കാലയിടുന്ന ആ ഒരു സമയം മുതൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ ഈ മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. കൂടാതെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ഈ മന്ത്രവും ചൊല്ലാവുന്നതാണ്. കൂടാതെ ലളിതാ സഹസ്രനാമവും ദേവീ നാമങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങൾ, കീർത്തനങ്ങൾ എല്ലാം തന്നെ ചൊല്ലാവുന്നതാണ്. പൊങ്കാല തിളച്ചു മറിയും വരെ അമ്മയുടെ നാമങ്ങൾ, മന്ത്രങ്ങൾ എന്നിവ ചൊല്ലേണ്ടതാണ്. ഇനി പൊങ്കാലയ്ക്കായി അരി ഇടുമ്പോൾ ഏതാഗ്രഹത്തിന് വേണ്ടിയാണോ നിങ്ങൾ പൊങ്കാല ഇടുന്നത്, ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് അമ്മേ സാധിച്ചു തരണമേ എന്ന് അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പൊങ്കാല കലത്തിലേക്ക് അരി ഇടുവാൻ. പല രീതിയിൽ പൊങ്കാല ഇടാവുന്നതാണ്. ശർക്കര പായസം വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഉണക്കലരിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്നതാണ് ശർക്കര പായസം. കൂടാതെ പഞ്ചസാര പായസം, പാൽപായസം, വെള്ള നിവേദ്യം, തെരളി, മണ്ടപ്പുറ്റ്, അട മുതലായവയാണ് പൊങ്കാലയായി സമർപ്പിക്കുന്നത്. ആദ്യം തന്നെ പൊങ്കാല കലത്തിൽ വെള്ളം വെക്കുക. അതിനുശേഷം അരി നന്നായി കഴുകി വൃത്തിയാക്കുക. കുറഞ്ഞത് ഒരു 3 തവണയെങ്കിലും അരി നല്ലതുപോലെ കഴുകുക. അതിനുശേഷം പൊങ്കാല കലത്തിലേക്ക് അരി ഇടാവുന്നതാണ്. അരി നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഇടുവാൻ പാടുള്ളൂ. പിന്നീട് തേങ്ങ ചിരകിയതും ഏലക്ക പൊടിച്ചതും ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നെയ്യും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇതിനോടൊപ്പം വെള്ള നിവേദ്യം, മണ്ടപ്പുറ്റ്, തെരളി എന്നിവയാണ് കൂടുതലായും ഭക്തർ പൊങ്കാലയായി സമർപ്പിക്കാറ്. ഇനി മണ്ടപ്പുറ്റ് സമർപ്പിക്കുന്നത് എന്തിനാണെന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടാനാണ് ഭഗവതിക്ക് മണ്ടപ്പുറ്റ് സമർപ്പിക്കുന്നത്. ശർക്കര പായസം, വെള്ള നിവേദ്യം ഇവ ദേവിക്ക് പൊങ്കാലയായി സമർപ്പിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിനാണ്. ഇത്രയും പറഞ്ഞതിൽ ഏതാണോ നിങ്ങൾ നേർച്ചയായി നേർന്നത് അത് അമ്മയ്ക്ക് പൊങ്കാലയായി സമർപ്പിക്കാവുന്നതാണ്. പൊങ്കാലയിടുമ്പോൾ വെറും വയറോടെ നിന്നാണ് പൊങ്കാല ഇടേണ്ടത്. പൊങ്കാലയിട്ട് അത് ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ. പൊങ്കാലയോ അല്ലെങ്കിൽ കരിക്കോ പഴമോ കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്തോടിയെത്തുന്ന ദേവിയാണ് സാക്ഷാൽ ആറ്റുകാലമ്മ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഭക്തിയോടുകൂടി വ്രതനിഷ്ഠയോടുകൂടി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചാൽ അഭീഷ്ടസിദ്ധിയും ലഭിക്കുന്നതാണ്. വിവാഹം, രോഗശമനം, ഉദ്യോഗം, കുടുംബ ഭദ്രത, സന്താനാഭിവൃദ്ധി തുടങ്ങിയ എല്ലാ സൗഭാഗ്യങ്ങളും പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ ദേവി നമുക്ക് നൽകുന്നതാണ്. ഇനി പൊങ്കാല ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട 15 കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം തന്നെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ വേണം പൊങ്കാല ഇടുവാൻ. രണ്ടാമതായി പൊങ്കാല ഇടുന്നവർ മാത്രം വീട്ടിൽ വ്രതം എടുത്താൽ മതി. ഇനി മൂന്നാമതായി കുടുംബത്തിലുള്ള എല്ലാവരും വ്രതമെടുത്താൽ കുടുംബാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. നാലാമതായി പുതുവസ്ത്രം ധരിച്ച് പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അഞ്ചാമതായി പുതിയ മൺകലത്തിൽ തന്നെ പൊങ്കാല ഇടണം. ആറാമതായി കിഴക്ക് ദർശനമായി പൊങ്കാല ഇടുന്നത് ഉത്തമമാണ്. ഇനി ഏഴാമതായി
തെക്കുവശം ദർശനമായി ഒരു കാരണവശാലും പൊങ്കാല ഇടരുത്. ഇനി 8ാമതായി പൊങ്കാലയിട്ട കലത്തിൽ പിന്നീട് പാചകം ചെയ്യുവാൻ പാടില്ല. 9ാമതായി അടുപ്പ് തെളിക്കും മുമ്പ് ഗണപതിക്ക് ഒരുക്കേണ്ടതാണ്. ഇനി 10ാമതായി പീരിയഡ്സായി 7 ദിവസം കഴിഞ്ഞ്, അതായത് 7 രാത്രി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൊങ്കാല ഇടുവാൻ പാടുള്ളൂ. 11ാമതായി പൊങ്കാല കിഴക്കോട്ട് തൂകിയാൽ സത്ഫലം ലഭിക്കുന്നതാണ്. ഇനി 12ാമതായി പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം ആ പൊങ്കാല പായസം കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. 13ാമതായി പൊങ്കാല ദിവസം ആറ്റുകാൽ ദർശനം നിർബന്ധമില്ല. ഇനി 14ാമതായി അടുപ്പ് തെളിക്കുമ്പോൾ ദേവീ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. 15ാമതായി പുല വാലായ്മയുള്ളവർ ഒരു കാരണവശാലും പൊങ്കാല ഇടരുത്. എല്ലാവർക്കും അവരവരുടെ ആഗ്രഹ സാഫല്യത്തിനായി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ എല്ലാവർക്കും ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല ദേവിക്ക് മുൻപാകെ സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.